നബിതങ്ങൾ ഒരു വഴിയരികിൽ പ്രത്യക്ഷപ്പെട്ടാൽ അത് നബിതങ്ങളെ തഴുകി തലോടി കടന്നു വരുന്ന കാറ്റ് ഞങ്ങളോട്, നബിതങ്ങളുടെ സുഗന്ധം വഹിച്ചു വരുന്ന കാറ്റ് ഞങ്ങളോട് പറയും, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ടുള്ള വഴിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. നബിതങ്ങളുടെ വിയർപ്പിൻ്റെ ഗന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നബിതങ്ങളുടെ കൈത്തലം സ്പർശിക്കുന്നതിനെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയും, ആ കൈത്തലത്തിൽ ഒന്ന് തൊട്ടാൽ പട്ടിന് മുകളിൽ കൈവച്ചതുപോലെ അത്ര മൃദുലമായിരുന്നു ആ കരതലം എന്ന്. തണുത്ത മഞ്ഞ് കയ്യിലെടുക്കുന്നത് പോലെ കുളിരായിരുന്നു അതെന്ന്. കൈ എടുക്കാൻ തോന്നില്ല എന്ന്. അപ്പോൾ ഒന്ന് സ്പർശിച്ചാൽ അതിൻ്റെ സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. നബിതങ്ങളിങ്ങനെ ഇരുന്നാൽ, നബിതങ്ങളിങ്ങനെ നോക്കി നോക്കിയിരിക്കും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് നബിതങ്ങളിങ്ങനെ ആസ്വദിക്കും. അങ്ങനെ ആസ്വദിച്ചിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഉഹദിന്റെ താഴ്വാരത്ത് ഒരർദ്ധരാത്രിയിൽ പൂനിലാവ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന 14-ാം രാവിലെ പൗർണമിയെ സാക്ഷിയാക്കി ഞങ്ങൾ മുത്തുനബിയെ കണ്ടു എന്ന്. നബി തങ്ങളുടെ തലയിൽ ഒരു ചെമന്ന തലപ്പാവുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആ നബിയെയും ഇപ്പുറത്ത് ഉയർന്നു പൊങ്ങുന്ന പൗർണമിയെയും ഞങ്ങൾ നോക്കിയിട്ട് ആർക്കാണ് ഏറ്റവും സൗന്ദര്യം എന്ന് ഞങ്ങൾ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. സൗന്ദര്യത്തിൻ്റെ ഈ മികവാർന്ന മുഖത്ത് നിന്ന് എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കണ്ണ് പറിച്ചെടുക്കാൻ കഴിയുക? ഒരാൾക്ക് കണ്ണ് പറിച്ചെടുക്കാൻ കഴിയുക? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാരത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നബി തങ്ങളുടെ ശബ്ദത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് സഹാബിമാർ പറയും. അറഫയിൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് സഹാബിമാർ തടിച്ചുകൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിയിലെ ഒരു കൊച്ചു കുന്നിന് മുകളിൽ കയറി നിന്ന് അവരോട് സംസാരിച്ചു എന്ന്. എങ്ങനെയാണ് സംസാരിച്ചത്? ആരെങ്കിലും ഏറ്റുവിളിച്ചു പറഞ്ഞോ? ആരും ഏറ്റുവിളിച്ച് പറയാതെ ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കൾ ആ ശബ്ദം എങ്ങനെയാണ് കേട്ടത്? കേൾക്കാൻ വേണ്ടി അവർക്ക് കാത് കൂർപ്പിച്ച് ഒന്ന് ആഞ്ഞിരിക്കേണ്ടി വന്നോ? ഇല്ല. കേട്ടിട്ട് ശബ്ദം അലച്ചിട്ട് അവർക്ക് അസ്വസ്ഥത അനുഭവിച്ചോ? ഇല്ല. പിന്നെയോ? അവർ കേട്ടു. എങ്ങനെ? അവരുടെ ഹൃദയത്തിൽ വന്ന് പതുക്കെ വന്ന് സ്പർശിക്കും പ്രകാരം ഓരോ വാക്കും വന്ന് അവരോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് നബിതങ്ങളെ അനുഭവിച്ച സ്വഹാബികൾ പറയും. നബിതങ്ങളുടെ ശബ്ദത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നബിതങ്ങളുടെ വചനത്തിൻ്റെ സൗന്ദര്യം ഇന്നും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളുടെ വചന സൗന്ദര്യം, അതിൻ്റെ സാഹിത്യ ഭംഗി, അതിൻ്റെ ക്രമം, അതിലുപയോഗിക്കുന്ന തന്ത്രം, വചന സൗന്ദര്യത്തിൻ്റെ വിശേഷം, അത്രയും മനോഹരമായ വചന സൗന്ദര്യം ഉണ്ടായിരുന്നു നബിതങ്ങളുടെ വാക്കുകൾക്ക്. കവിത പോലെ അങ്ങനെ ഒഴുകി നമ്മുടെ ഇടയിലെ അത്രയും സൗന്ദര്യമുണ്ട് ആ വാക്കുകൾക്കെങ്കിൽ. അതിങ്ങനെ വായിച്ച് മറ്റാരോ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തണുത്തു പോകുന്നുണ്ടെങ്കിൽ, കുളിർത്തു പോകുന്നുണ്ടെങ്കിൽ, നബിതങ്ങളുടെ ഏറ്റവും ശബ്ദ സൗകുമാര്യമായ സംഗീതാത്മകമായ ശബ്ദത്തിൻ്റെ ഏറ്റവും സൗന്ദര്യത്തെയാണ് നമ്മൾ സംഗീതം എന്ന് വിളിക്കുന്നത്. വാചകത്തിൻ്റെ ഏറ്റവും സൗന്ദര്യത്തെയാണ് നമ്മൾ കവിത എന്ന് വിളിക്കുന്നത്. അപ്പം കാവ്യവും ശബ്ദ സൗന്ദര്യവും കൂടിയുള്ള, അപ്പം കാവ്യ സംഗീതാത്മകമായ എന്നാണ് പറയേണ്ടത്. കാവ്യ സംഗീതാത്മകമായ ആ വാക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചില്ല നമ്മളെങ്കിൽ നമ്മളെക്കാൾ ഹതഭാഗ്യർ വേറെ ഉണ്ടോ? ഇത്രയ്ക്ക് മനോഹരമായ ഒരു ശബ്ദവും ഒരു കാവ്യമനോഹരമായ വാക്കും കേൾക്കാതെ പോയ നമ്മളെക്കാൾ ഭാഗ്യദോഷികൾ വേറെ ഉണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ജീവിച്ച സ്വഹാബി വര്യന്മാർക്ക് നബി തങ്ങൾ നിരന്തരമായി കാഴ്ചയുടെ അത്യപൂർവമായ ആനന്ദങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്നെ പറയും, അങ്ങനെ നബി തങ്ങൾ പ്രത്യേകം ഇന്ദ്രജാലങ്ങളൊന്നും കാണിക്കേണ്ട, അങ്ങനെ മായാജാലങ്ങളൊന്നും കാണിക്കേണ്ട, നബി തങ്ങൾ അങ്ങനെ അത്ഭുതങ്ങളൊന്നും കാണിക്കേണ്ട, നബി തങ്ങൾ മാത്രം മതി, നബി തങ്ങൾ അവിടെ ഉണ്ടായാൽ മതി. അത് തന്നെ അത്യത്ഭുതമാണ്, അത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഇതിനേക്കാൾ വലിയ അത്ഭുതം വേറെ ഇല്ലെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നെ പറയുന്നുണ്ട്. അപ്പം നബി തങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്തിൻ്റെ വിശേഷമാണത്. നബി തങ്ങൾ കാണിച്ച ഓരോ സന്ദർഭങ്ങളെയും ദാഹിച്ചവശരായിരിക്കുന്ന സമയത്ത് ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ. ആ പാത്രത്തിലേക്ക് തൻ്റെ തിരുകരം താഴ്ത്തി
അങ്കുലത്തിൻ്റെ ഇടയിലൂടെ ഒഴുകിയ വിശുദ്ധമായ തെളിനീര് ഞങ്ങൾ കുടിച്ചു, ഞങ്ങൾ കുളിച്ചു, ഞങ്ങൾ അതുകൊണ്ട് ഉളൂ ചെയ്തു. അങ്ങനെ ഏറ്റവും വിശുദ്ധമായ പ്രവാഹമുണ്ടായി ഈ കൈവിരലുകൾക്കിടയിൽ നിന്ന് എന്ന് പറയുന്നു സഹാബിമാർ. നബി തങ്ങളുടെ ഉമിനീര്, ആ ഉമിനീര് കൊണ്ട് അടർന്നുപോയ കണ്ണവിടെ തുന്നിച്ചേർത്തിട്ടുണ്ടെന്ന് സഹാബിമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമിനീര് കൊണ്ട് ചെങ്കണ്ണ് കൊണ്ട് വീർത്ത് കണ്ണ് തുറക്കാൻ കഴിയാതെ പെടാപാട് പെട്ട് കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് സുഖപ്പെട്ട് എന്നിട്ട് ഹൈബറിൽ മുഖ്യ സൈന്യാധിപനായി രംഗത്ത് വന്നു എന്ന് നമ്മൾ വായിക്കും നബി തങ്ങളുടെ ഉമിനീരിന്റെ വിശേഷം. ആ ഉമിനീര് കൊണ്ട് ഉമൈറ റളിയല്ലാഹു അൻഹ, അവരുടെ സഹോദരിമാർ, ആ കുടുംബത്തിന് ഒന്നടങ്കം ഉണ്ടായിരുന്ന തീരാ കളങ്കമായിരുന്നു വായനാറ്റം. എന്നേക്കുമായി ആ വായനാറ്റം ഇല്ലാണ്ടയായി. പിന്നീട് ഞങ്ങൾ സൗന്ദര്യ സുഗന്ധവാഹകർ എന്നറിയപ്പെട്ടു എന്ന് ഉമൈറ റളിയല്ലാഹു അൻഹ പറയും. ഉമ്മു സുലൈം ബീവി ആ വേർപ്പ് തുള്ളി കൊണ്ട് ഞങ്ങൾ ഏറ്റവും മുന്തിയ ഔഷധവീര്യമുള്ള, ഞങ്ങളുടെ അസുഖങ്ങൾ ഭേദപ്പെടുത്തുന്ന, പിന്നെ ഏറ്റവും മുന്തിയ സുഗന്ധമായിരുന്നു അത് എന്ന് ഉമ്മു സുലൈം ബീവി പറയും. നബി തങ്ങളുടെ വിയർപ്പിൻ്റെ, നബി തങ്ങളുടെ ശരീരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയൊക്കെയും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തീരാത്ത, നമുക്ക് കേട്ടാലും മതിവരാത്ത അത്രയ്ക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ബാഹ്യ സൗന്ദര്യം ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ കണ്ണിമയുടെ സൗന്ദര്യം, നെറ്റിത്തടത്തിൻ്റെ സൗന്ദര്യം, മുടിയിഴകളുടെ സൗന്ദര്യം, കൈവിരലുകളുടെ സൗന്ദര്യം, കണങ്കാലിൻ്റെ സൗന്ദര്യം, മാറിടത്തിൻ്റെ സൗന്ദര്യം, നബി തങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം, ഇങ്ങനെ നബി തങ്ങളുടെ സൗന്ദര്യം തന്നെ വർണ്ണിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ വർണ്ണിക്കേണ്ടതില്ല. വർണ്ണന എന്ന് പറയുന്നത് പോലെ ഒരു കുഴപ്പമാണ്. വർണ്ണന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചേരുവയാണ്. ഇതിനിത്ര പോരാ എന്ന് തോന്നുന്ന സമയത്താണ് നമുക്ക് വർണ്ണം ചേർക്കേണ്ടത്, നമുക്ക് തൊങ്കലുകൾ ചേർക്കേണ്ടത്, അതിന് അലങ്കാരങ്ങൾ പകരേണ്ടത്, എന്നിട്ട് അതിനെ മനോഹരമാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ വർണ്ണങ്ങളുടെ, നമ്മുടെ ചായങ്ങളുടെ, നമ്മുടെ അലങ്കാരങ്ങളുടെ, നമ്മുടെ തൊങ്കലുകളുടെ ഒരാവശ്യവും ഒരകമ്പടിയും വേണ്ട. പരിശുദ്ധരായ ത്വാഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളതുപോലെ പറയാൻ, അങ്ങനെ പറയാൻ കഴിയാതെ പോയ വാഗ്വൈഭവത്തിൻ്റെ, വാഗ്വിലാസത്തിൻ്റെ കവിപുങ്കവന്മാർ, ലോകം ഇന്നും ആദരിക്കുന്ന, ലോകത്തെ പ്രശസ്തരായ വിശ്വവിഖ്യാതനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തോറ്റുപോയിട്ടുണ്ട്. യാഥാർത്ഥ്യം പറയാൻ, സത്യം പറഞ്ഞു തരാൻ, കണ്ടത് പറഞ്ഞു തരാൻ, അത് പറഞ്ഞു തരാൻ കഴിയാതെ പോയ കവികൾ ആരാണ്? കവി എന്നറിയോ? നമ്മൾ കണ്ടതിനേക്കാളും സൂക്ഷ്മമായി, നമ്മൾ അനുഭവിച്ചതിലും സൂക്ഷ്മമായി നമുക്ക് വാക്കുകൊണ്ട് ഇങ്ങനെ ചിത്രം വരച്ച് തരുന്നയാളെയാണ് കവി എന്ന് പറയാം. ആ കവി തോറ്റുപോയി എങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യ സൗന്ദര്യം എത്രയായിരിക്കും? ആന്തര സൗന്ദര്യമാണ് ഇവിടെ ചർച്ച ചെയ്തത്, ഇനിയും ചർച്ച ചെയ്യാനിരിക്കുന്നത്. നബി തങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച്, എങ്ങനെയായിരുന്നു നബി തങ്ങൾ ആ ചുറ്റുമുള്ള മനുഷ്യരിൽ ഇടപെട്ടത് എന്ന്, അവരെങ്ങനെയാണ് അനുഭവിച്ചത് എന്നതിനെക്കുറിച്ച് പല സന്ദർഭങ്ങളിലായി പറഞ്ഞു, ഇനിയും പറയാനിരിക്കുന്നു. ആ സ്വഭാവത്തിൻ്റെ വിശേഷം ഞാനത് വിശദീകരിക്കുന്നേ ഇല്ല. നിങ്ങളെ വീണ്ടും ഈ ഒരു സ്നേഹസ്പർശത്തിലേക്ക്, സ്നേഹമാധുര്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം പറയുകയാണ്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് അറിയാൻ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും വെറുക്കപ്പെട്ടവരാരായിരുന്നു? നബിതങ്ങൾക്ക് ഏറ്റവും അനിഷ്ടം ഉണ്ടായിരുന്നവർ അല്ല, നബിതങ്ങളോട് ഏറ്റവും അനിഷ്ടം ഉണ്ടായിരുന്നവർ ആരായിരുന്നു? ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളുടെ പേര് പറയും നിങ്ങൾ, അബൂജഹൽ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, അബൂജഹലിന് നബിതങ്ങളോട് പലപ്പോഴായിട്ട് പല നിലയ്ക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ അഹങ്കാരം കൊണ്ട് അനിഷ്ടം ഉണ്ടായ ആളാണ്. നേരത്തെ പറഞ്ഞ അഹങ്കാരം പ്രവർത്തിച്ചതാണ്. ആ അഹങ്കാരം പ്രവർത്തിച്ച മറ്റു പലരെയും കാണാം. അബൂജഹലിൻ്റെ ഏറ്റവും ഉറ്റ തോഴനായിരുന്നു, ഏറ്റവും പ്രധാനിയായിരുന്നു. അബൂജഹൽ ഇല്ലാണ്ടയായപ്പോൾ പിന്നെ പകരക്കാരനായി വന്നത് അബൂ സുഫിയാനാണ് റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ എപ്പോഴാണ് ഇസ്ലാമിലേക്ക് വരുന്നത്? ഏറ്റവും ഒടുക്കമാണ്. ബദറിന്റെ കാരണക്കാരൻ അബൂ സുഫിയാനാണ്. ഉഹുദ് അബൂ സുഫിയാനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഖന്തഖ് അബൂ സുഫിയാൻ ഉണ്ടാക്കിയതാണ്. ഹുദൈബിയ അബൂ സുഫിയാനാണ്. എപ്പോഴും നിങ്ങളിങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും.
ഒരു ഘട്ടത്തിൽ പിന്നെ നിങ്ങൾ പേര് മാറ്റി പറയും. ആരാണ്? ഇക്രിമയാണ്. ആരാണ്? ഇക്രിമയാണ് എന്ന് പറയും. അബൂജഹലിനോളം ഇങ്ങനെ വളർന്ന് അബൂജഹൽ ഇല്ലാണ്ടായപ്പോൾ അബൂജഹലിന്റെ സ്ഥാനം അത് അപ്പടി അങ്ങനെ അലങ്കരിച്ച ആളുടെ പേരാണ് സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. രണ്ടുപേരെയും നമ്മളിപ്പോൾ എങ്ങനെയാണ് വിളിച്ചത്, പറഞ്ഞത്, ഓർത്തത്? ഇപ്പൊ നമ്മുടെ ഓർമ്മയിൽ ഇവരുടെ രൂപം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ശാസ്ത്രവത്തിന്റെ ഒരണുവെങ്കിലും അവർക്ക് നേരെ ഉയർന്നു പൊങ്ങിയോ? ഇല്ല. നബി തങ്ങളുടെ കഠിന ശത്രുവായിരുന്ന ഈ രണ്ടുപേരോട് നമുക്കുള്ള ഇഷ്ടം കണ്ടോ? ഇന്ന് ഈ വേദിയിലേക്ക് അവരിങ്ങനെ കടന്നു വരുന്നു. നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അബൂ സുഫിയാൻ, ഇക്രിമ റളിയല്ലാഹു അൻഹുമ. എങ്ങനെയായിരിക്കും നമ്മൾ അവരെ സ്വീകരിക്കുക? അവരെ കെട്ടിപ്പിടിച്ച് പരിരംഭണം നടത്താൻ വേണ്ടി നമ്മൾ ഇവിടെ തിക്കും തിരക്കും കൂട്ടും. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്, സഹാബാക്കളാണ്. ഒരു ഘട്ടത്തിൽ അല്ലാഹുവിൻ റസൂലിനെ വധിക്കാൻ വേണ്ടി എല്ലാ നിലയ്ക്കും പരിശ്രമിച്ച ആളുടെ പേരുകൂടിയാണ്, അതിന് ആസൂത്രണം നടത്തിയ ആളുടെ പേരുകൂടിയാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആ അബൂ സുഫിയാൻ നബിയെ വധിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞ് ശട്ടം കെട്ടി ആയുധം അരയിൽ ഒളിപ്പിച്ചു വെച്ച് മുത്തുനബിയുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നിവൃത്തിയില്ല എന്ന് തോന്നിയപ്പോൾ നേർക്കുനേരെയുള്ള യുദ്ധങ്ങളിൽ, നേർക്കുനേരെയുള്ള ഈ സംഘട്ടനങ്ങളിൽ നബിയെ വകവരുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാന്റെ കുബുദ്ധി പ്രവർത്തിച്ചതായിരുന്നു നബിയെ വധിക്കാൻ. അതിനു മുമ്പ് നബി തങ്ങളെ വധിക്കാൻ വേണ്ടി നബി തങ്ങളുടെ വീടിന് ചുറ്റും കാവൽ നിന്നിരുന്ന, കാത്തു നിന്നിരുന്ന, അവസരം പാർത്ത് കഴിഞ്ഞിരുന്നവരെയും നിങ്ങൾ ഓർക്കണം. അതിന്റെ സൂത്രധാരനും അബൂ സുഫിയാനായിരുന്നു. അബൂജഹൽ കൂടി ഉണ്ടായിരുന്നു. അതിൽ പങ്കാളികളായിരുന്നവർ, അതിന് നേതൃത്വം കൊടുത്തവർ. പിന്നെ അവരെന്താണ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അബൂ സുഫിയാനോട് നിങ്ങൾ ചോദിക്കുക, ഇക്രിമയോട് ചോദിക്കുക, ഖാലിദ് ബിൻ വലീദിനോട് ചോദിക്കുക, സഫ്വാൻ, ഉമൈർ റളിയല്ലാഹു അൻഹുമ, ഇവരോടൊക്കെ ചോദിക്കുക. അവരെന്താ പറയാന്നറിയോ? നബിയെ, ഞങ്ങൾക്ക് അങ്ങയോട് വലിയ വിരോധമായിരുന്നു, കഠിന ശത്രുതയായിരുന്നു, വെറുപ്പായിരുന്നു. പക്ഷേ നബിയെ, ഇന്ന് അങ്ങയോട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് നബിയെ. ഞങ്ങൾ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് വെറുക്കുന്ന ഒരാൾക്ക് ഇഷ്ടം വെക്കാൻ കഴിയണത്? എപ്പോഴാണ് ഒരാൾക്ക് ഇങ്ങനെ വെറുത്തിരിക്കുന്ന ഒരാൾ ഇഷ്ടം വെക്കുക? അത്രയ്ക്ക് മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയായിരിക്കണ്ടേ? അബൂ സുഫിയാൻ എന്തെങ്കിലും നിലയ്ക്ക് മാപ്പ് കൊടുക്കുമെന്ന് ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചു പോകൂ. ആദ്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അബൂ സുഫിയാൻ മാപ്പ് കൊടുത്ത കഥ കേട്ടോ. ആ കഥ അറിയാണ്ട് നിങ്ങളൊന്ന് വായിച്ചു പോകൂ. അതൊക്കെ മറന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു പോകൂ. ചരിത്രം വായിച്ച് നേരെ നിങ്ങൾ മക്കം ഫത്തഹിലേക്ക് പ്രവേശിക്കും. നിങ്ങൾ എങ്ങനെയായിരിക്കും മക്കം ഫത്തഹിനെ സ്വീകരിക്കുക? നിങ്ങൾ എങ്ങനെയായിരിക്കും മക്കം ഫത്തഹിന്റെ സന്ദർഭത്തിൽ മക്കയിലേക്ക് ആ സ്വഹാബിമാരുടെ കൂടെ പ്രവേശിക്കുക? ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? അരിശം മുത്ത് പതച്ചിട്ടുണ്ടാവും നിങ്ങളിൽ, അണപൊട്ടി ഒഴുകിയിട്ടുണ്ടാകും രോഷം, പകമൂത്ത് നിങ്ങൾ കൈമുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാകും. എന്നിട്ടല്ലാണ്ട് നിങ്ങൾക്ക് മക്കയിലേക്ക് ചരിത്രം വായിച്ച് കടന്നു പോവാൻ കഴിയില്ല. അത്രമാത്രം സമ്മാനിച്ചിട്ടുണ്ടവർ. ആ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന അബൂ സുഫിയാൻ, ആ അബൂ സുഫിയാന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് പ്രഖ്യാപിച്ചു. അബൂ സുഫിയാന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ആരാണ് ഏറ്റവും ധീരൻ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താ അറിയോ? യുദ്ധഭൂമിയിൽ ഇങ്ങനെ കാണുന്നവരെ മുഴുവനും വെട്ടി നുറുക്കി കഷണിച്ച് യുദ്ധഭൂമിയിൽ ആയോധന മുറകളുടെ അഭ്യാസത്തിന്റെ മികവിൽ നിവർന്നു നിന്നവനാണ് ധീരൻ എന്ന് നമ്മൾ പറഞ്ഞേക്കും. അല്ല. സൂഫി വര്യന്മാരോട് ചോദിക്കുക, മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യരോടും, മനുഷ്യത്വത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആരോടും ചോദിക്കുക, ആരാണ് ധീരൻ എന്ന് ചോദിച്ചാൽ, പകമൂത്ത് നെറുകയിൽ കയറി അരിശം കൊണ്ടിരിക്കുന്ന സമയത്ത് അക്ഷോഭ്യനായി ശാന്തനായി എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നവനാരോ അവനാണ് ധീരൻ എന്ന് പറയും. അവനാണ് ധീരൻ. ആരാണ് ധീരൻ എന്ന് ഇനി നിങ്ങൾ പറയൂ. ആരാണ് ധീരർ? പരിശുദ്ധരായ ത്വാഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ധീരരായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു സന്ധിയിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇല്ല. അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് മാപ്പ് കൊടുത്ത നബി. പക്ഷെ അപ്പോഴും വിശ്വസിച്ചില്ല ഇക്രിമയ്ക്ക് അറിയാമായിരുന്നു
ഇക്രിമയെ വകവരുത്തുമെന്ന്, ഇക്രിമയോട് ക്ഷമിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയില്ലെന്ന്. അതുകൊണ്ട് ഇക്രിമ നബി തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ ഭാര്യയായ ഉമ്മു ഹബീബയോട് പറഞ്ഞു, ഞാനിവിടെ നിന്ന് വിടുകയാണ്, ഞാനിവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഉമ്മു ഹബീബ തിരിച്ചു ചോദിച്ചു ഇക്രിമയോട്, നിങ്ങൾ എങ്ങോട്ട് പോകും? എവിടെ പോയാലും ഇസ്ലാമാണ്, നിങ്ങൾ എവിടെ പോയി ഒളിക്കും? ഏത് മാളത്തിലാണ് നിങ്ങൾക്ക് ഒളിക്കാൻ കഴിയുക എന്ന്. അപ്പോൾ ഇക്രിമ ഹതാശനായി, നിരാശനായി, ഒരു രക്ഷയും മുമ്പിൽ കാണാതെ ഇക്രിമ പറഞ്ഞു, ഒരു രക്ഷയും എനിക്കില്ല, പക്ഷേ ഞാൻ പോകുന്നു. എങ്ങോട്ടെങ്കിലും എൻ്റെ മുമ്പിൽ ഒരു ദിക്ക് തെളിഞ്ഞു വരും, ആ ദിക്ക് തേടി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. ഇക്രിമയെ എവിടെ വെച്ച് കണ്ടാലും അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, ഇക്രിമ അത്രമാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ ഇക്രിമ ഓടി രക്ഷപ്പെട്ടു. നബിതങ്ങൾ മക്കയിൽ വന്നു. നബിതങ്ങളുടെ പരിസരത്തേക്ക് പാത്ത് പതുങ്ങി വന്നു 4 സ്ത്രീകൾ. ഒന്ന് ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഓർമ്മയുണ്ടാവണം ആരാണ് ഹിന്ദ് എന്ന്. നബിതങ്ങളുടെ ഇഷ്ടഭാജകമായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആന്തരാവയവം എടുത്ത് കടിച്ച് തൊപ്പി നൃത്തം ചെയ്ത ചരിത്രം വായിക്കുമ്പോൾ നൃശംസതയുടെ പര്യായമായി ഉയർന്നു നിൽക്കുന്ന ഹിന്ദ്. അങ്ങനെ ഇന്ന് നമുക്ക് പറയാനേ വയ്യ. നമ്മുടെ നാവ് അപകടം പിടിച്ചതായി മാറും. അതുകൊണ്ട് ഹിന്ദ് ആരാണ്? റളിയല്ലാഹു അൻഹ. ആ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അങ്ങനെ മൂടുപടമണിഞ്ഞു വന്നു നബി തങ്ങളുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഹിന്ദാണ് നബി, അങ്ങ് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, എനിക്ക് മാപ്പ് തരണം. കരുണയുടെ മഹാസാഗരം പരിശുദ്ധരായ ത്വഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിന്ദിന് മാപ്പ് കൊടുത്തു. അടുത്ത ഊഴം ഉമ്മു ഹബീബയുടേതാണ്. മൂടുപടമണിഞ്ഞ് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഉമ്മു ഹബീബ വന്നു. ഉമ്മു ഹബീബയും ഏറ്റവും മുന്തിയ മരുമകളായിരുന്നു അബൂജഹലിൻ്റെ. അബൂജഹലിനോട് അത്രമാത്രം സ്നേഹം പ്രകടിപ്പിച്ച് ഇങ്ങനെ കൂടെ അബൂജഹലിനെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന അബൂജഹലിനൊത്ത മരുമകളായിരുന്നു ഉമ്മു ഹബീബ. ഉമ്മു ഹബീബയ്ക്കും അറിയാം മാപ്പ് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് മൂടുപടമണിഞ്ഞു വന്നു നബി തങ്ങളുടെ അടുത്തേക്ക്. ശബ്ദം മാറ്റി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ശബ്ദം കേട്ട മാത്രയിൽ നബി തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഉമ്മു ഹബീബ അല്ലേ എന്ന് ചോദിച്ചു. അതേ നബിയേ എന്ന് പറഞ്ഞു. ഉമ്മു ഹബീബയ്ക്കും മാപ്പ് കൊടുത്തു. ഉമ്മു ഹബീബയ്ക്ക് മാപ്പ് പോരാ. ഉമ്മു ഹബീബ നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൂടി അങ്ങ് മാപ്പ് തരണം. അർദ്ധശങ്ക ഉണ്ടായില്ല നബി തങ്ങൾക്ക്. കാത്തിരിക്കേണ്ടി വന്നില്ല. ഉമ്മു ഹബീബയോട് ആ കാരുണ്യത്തിൻ്റെ മഹാമേരു പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇക്രിമയ്ക്ക് മാപ്പ്. ഇനിയാണ് കഥ. ഇക്രിമ എവിടെയെന്ന് ഉമ്മു ഹബീബയ്ക്ക് അറിയില്ല. ഉമ്മു ഹബീബ അന്ന് തന്നെ പുറപ്പെട്ടു ഇക്രിമയെ തേടി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് തനിച്ച് കിലോമീറ്ററുകളോളം ദൂരം മാസങ്ങളോളം അലഞ്ഞു. എന്നിട്ട് വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. നാട് വിട്ട് മറ്റൊരു ദ്വീപിൽ അഭയം തേടാൻ വേണ്ടി കപ്പലേറാൻ വേണ്ടി ഇരിക്കുന്ന ഇക്രിമയെ വഴിയിൽ വെച്ച് കണ്ടിട്ട് വിശ്വാസം വന്നില്ല ഇക്രിമയ്ക്ക്. ഒടുവിൽ ഉമ്മു ഹബീബ പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ട് ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചു. തിരിച്ചു വരുന്ന വേളയിൽ നോക്കൂ, കണ്ടോ? ഇനി നിങ്ങൾ പറയും, ഇനി എനിക്ക് ഇവിടെ നിന്ന് ഈ നൃത്തത്തിൽ ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് സ്വഹാബിമാര് ഇങ്ങനെ മാറിയ ഒരുപാട് പേരെ പറയാൻ കഴിയും. നിങ്ങൾ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൻ്റെ വിശേഷമാണിത്. നബി തങ്ങളുടെ സ്വഭാവത്തിൻ്റെ വിശേഷം. സഅദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ജൂത റബ്ബി ഉണ്ടായിരുന്നു മദീനയിൽ, ജൂത പുരോഹിതൻ. അദ്ദേഹം വേദഗ്രന്ഥത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നബിയാണോ എന്ന് അദ്ദേഹം ഇങ്ങനെ ശങ്കിക്കുകയാണ്. വേദത്തിൽ പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഒത്തു വന്നിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ മുഹമ്മദ് നബിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വിശ്വാസം ഉറപ്പിക്കാനായില്ല. മഹാപണ്ഡിതനാണ് അദ്ദേഹം. അവസരം പാത്തു കഴിഞ്ഞു. ഒരു വേള, ഒരു സന്ദർഭം കിട്ടി. നബിതങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു ഗ്രാമീണ ഗോത്രം അവർ നബി എടുത്തു വന്നിട്ട് പറഞ്ഞു, നബിയെ, അവരൊക്കെ വിശ്വാസികളായി, ഞാനാണ് അവരെ വിശ്വാസിയാക്കിയത്. അവരുടെ ഗോത്ര നായകൻ പറഞ്ഞു നബിയോട്. പക്ഷേ അവരെല്ലാം ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ്, ആകെ പ്രയാസത്തിലാണ്. അവരെ സഹായിക്കാൻ പറ്റണം. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വിശ്വാസിയായാൽ നിങ്ങൾക്ക് നബിതങ്ങളുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവുമെന്ന്. അങ്ങനെ നബിയുടെ അടുത്തേക്ക് വന്നതാണ്. നബിയുടെ അടുത്തേക്ക് വന്നിട്ട് നബിയോട് ചോദിച്ചു, എന്തെങ്കിലും വേണം, എന്തെങ്കിലും അവരെ സഹായിക്കാൻ വേണം, പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ട്. നബി തങ്ങൾ ബിലാലിനോട് ചോദിച്ചു, ബിലാൽ, എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യിൽ? നബി തങ്ങൾ പറഞ്ഞു, ബിലാൽ പറഞ്ഞു, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ലല്ലോ നബിയെ.
നമ്മുടെ ശേഷിപ്പായിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ നിസ്സഹായനായിരിക്കുകയാണ്. ഇതാണ് അവസരം എന്ന് സഅദ് മനസ്സിലാക്കി, ജൂത പുരോഹിതൻ മനസ്സിലാക്കി. അദ്ദേഹം രംഗത്ത് വന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ തരാം, 80 ഊക്കിയ സ്വർണം തരാം, നിങ്ങൾക്ക് വേണ്ടത്ര അവരെ സഹായിക്കാം. ഇടം വലം നോക്കാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 80 വാങ്ങി കരാറുറപ്പിച്ചു. നിശ്ചിത കാലത്തിന് ശേഷം ഈത്തപ്പഴം, പാകമായ ഈത്തപ്പഴം തരാം എന്ന പേരിൽ കരാറുണ്ടാക്കി. നബിതങ്ങൾക്ക് കരാർ പാലിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് നബിതങ്ങളുടെ അടുത്തേക്ക് വന്നു സഅദ്, ജൂത പുരോഹിതൻ. എന്നിട്ട് നബിയോട് ചോദിച്ചു, തർക്കിച്ചു, നിങ്ങൾ എന്താണ് തരാത്തത് എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കടക്കാരനല്ലേ എന്ന് ചോദിച്ചു. തറവാടിനെ പഴി പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് കുടുംബം മുഴുവനും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. ആക്ഷേപങ്ങളുടെ ശരമാരി പെയ്തു. കേട്ടുനിന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശരീരം വിറച്ചു. കോപം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രു നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു. ക്ഷോഭിച്ച് സംസാരിച്ചു. നബി തങ്ങൾ ഉമറിനെ ശാന്തനാക്കി നിർത്തി. ഉമറെ അടങ്ങൂ എന്ന് പറഞ്ഞു. അടങ്ങുമറേ, ഉമർ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, ഞങ്ങളുടെ കൂടെ നിന്ന് ഇതിൽ നീതി നടപ്പിലാക്കുകയാണ് ഉമർ വേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കാനുള്ള പണത്തെക്കുറിച്ച്, പകരം കൊടുക്കേണ്ട ഈത്തപ്പഴത്തെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പോയി ഈത്തപ്പഴം കൊണ്ടുവന്നു, കൊടുത്തത് 20 സ്വാ അധികമായിരുന്നു. ജൂതൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? പറയുമ്പോൾ നമ്മൾ തമ്മിലൊരു തർക്കം ഉണ്ടായല്ലോ, പറയുമ്പോൾ അവധി തെറ്റിയിട്ടില്ലല്ലോ, 3 ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ടല്ലോ, പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തേ എനിക്ക് 20 സ്വാ അധികം തന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജൂത പണ്ഡിതനോട് എന്നോട് എൻ്റെ നബി പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് 20 സ്വാ അധികം തരാൻ. കാരണം ഞാൻ നിങ്ങളോട് ക്ഷോഭിച്ച് സംസാരിച്ചു, കയർത്ത് സംസാരിച്ചു, അതിന് പ്രായശ്ചിത്തമായി അതുകൂടി തരാൻ വേണ്ടി പറഞ്ഞു എന്ന് ആ മാത്രയിൽ സഅദ് എന്ന ജൂത റബ്ബി പുരോഹിതൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു. രോമാഞ്ചം ഉണ്ടാകുന്ന ചരിത്രമാണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വേദഗ്രന്ഥത്തിൽ പരതിയിട്ട് എനിക്ക് 2 ലക്ഷണം കൂടി തെളിഞ്ഞു വരേണ്ടതുണ്ട്. ഏറ്റവും നിർണായകമായ സന്ദർഭത്തിൽ അങ്ങോട്ട് ക്ഷോഭിക്കുമ്പോൾ, അങ്ങോട്ട് വിദ്വേഷം പ്രകടിപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് കനിവ് കൂടിക്കൂടി വരും. അങ്ങോട്ട് രോഷം കൊള്ളുമ്പോൾ ഇങ്ങോട്ട് നനഞ്ഞ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ദേഷ്യപ്പെടുമ്പോൾ പതുപതുത്ത വാക്ക് സംസാരിക്കും. കരുണ ഇങ്ങനെ ഒഴുകി വരും. ഇതെനിക്ക് കാണണം, അപ്പോഴേ അത് നബിയാവുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അനുഭവിച്ചവർ, എന്നിട്ട് നേർക്കുനേരെ പരീക്ഷണം നടത്തി ഉറപ്പിച്ച എത്ര സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രം പരതിയാൽ കാണാൻ കഴിയും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ അടയാളങ്ങളാണിത്. നബി തങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയും, നബിയെ എനിക്ക് മോചനം വേണം, അങ്ങയെ കാണാണ്ടിരിക്കാൻ വയ്യ എനിക്ക്. ഞാൻ അർദ്ധരാത്രിയിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിക്ക് ഇങ്ങോട്ട് എത്തുകയാണ്. വൈകുന്നേരം അവിടുന്ന് ഓടി വന്നാൽ രാത്രിയാണ് ഇവിടെ എത്തുന്നത്. തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതേപോലെ ഓടുകയാണ്. പുലരും മുമ്പ് നബിയെ കാണാതെ എനിക്കിരിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് മുഴുസമയം അങ്ങയുടെ കൂടെ കഴിയണം. സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ എന്താണ് മോചനദ്രവ്യം എന്ന യജമാനനോട് ചോദിക്കാൻ പറയും. അങ്ങനെ ജൂതന്റെ അടുത്ത് പോയിട്ട് യജമാനനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വായിൽ കൊള്ളാത്തത് പറയും. 300 ഈത്തപ്പന മരം സമൃദ്ധമായി കഴിക്കുന്ന 40 ഔൺസ് സ്വർണം അസാധ്യം. സൽമാൻ റളിയല്ലാഹു അൻഹു വിഷണ്ണനായി സങ്കടത്തോടുകൂടി മുത്തുനബിയുടെ അടുത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ നബിയോട് പറയും, നബിയെ ഇങ്ങനെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പ്രഖ്യാപിക്കും, എല്ലാവരും 300 ഈത്തപ്പനത്തൈ വേണം കൊണ്ടുവരൂ. എല്ലാവരുമായി ഈത്തപ്പനത്തൈ കൊണ്ടുവരും. എന്നിട്ട് നബി തങ്ങൾ എല്ലാവരോടും ചേർന്ന് 300 കുഴിയെടുക്കാൻ വേണ്ടി പറയും. 300 കുഴിയെടുക്കും. ആ 300 കുഴികളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരം കൊണ്ട് ഈത്തപ്പന തൈ, കൊച്ചു തൈ നടും. പിറ്റേ പ്രഭാതത്തിൽ ആ ഈത്തപ്പന മരം മുഴുവനും ഇങ്ങനെ ഉയർന്നു പൊങ്ങി സമൃദ്ധമായി കായ്ച്ച് ഫലം നിറഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനത്തോട്ടമായി മാറും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാന്റെ കയ്യിൽ 40 ഔൺസ് സ്വർണം കൊടുക്കും. എന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കും. നബി തങ്ങളുടെ ഇഷ്ടജനങ്ങൾക്ക്, നബി തങ്ങളോട് ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങൾക്ക് നബി തങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു സാമ്പിൾ പറഞ്ഞതാണ്.
നബി തങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചിരുന്ന ഒരു കൊച്ചു ജൂതബാലനുണ്ടായിരുന്നു. വിശ്വാസിയല്ല, ജൂതനായിരുന്നു. രോഗിയായി രോഗശയ്യയിൽ കിടന്നു, മരണശയ്യയിൽ കിടന്നു. നബി തങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ആ കൊച്ചു കുട്ടിയുടെ അടുത്തിരുന്ന് തഴുകി തലോടി അവനോട് സംസാരിച്ചു. അവന് നബി തങ്ങളുടെ കൂടെ ചേരണം, നബി തങ്ങളുടെ അനുയായി ആവണം. അവൻ ആശങ്കയായി. പിതാവ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പിതാവിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ സത്യസാക്ഷ്യം മൊഴിയും? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. പിതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ ഖാസിം എന്ത് പറയുന്നുവോ അത് ചെയ്തോളൂ എന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ജൂതബാലൻ ഇസ്ലാം സ്വീകരിക്കും, മരണമടയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൊച്ചു കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ട്, അവനെ നരകത്തിന് വിട്ടുകൊടുക്കരുതെന്ന മോഹം കൊണ്ട്, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്ന ഇഷ്ടം കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലും. എന്നിട്ട് അവനോട് ഇങ്ങനെ അവനെ പരിചരിക്കും എന്ന് നമ്മൾ ചരിത്രത്തിൽ കാണും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുവിനോടെങ്ങനെ പെരുമാറി, നബി തങ്ങളുടെ കഠിന വിരോധികളോടെങ്ങനെ പെരുമാറി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നിറഞ്ഞു വരും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുറ്റും നിന്ന് അനുഭവിച്ച സ്വഹാബി വര്യന്മാരൊക്കെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ഇഷ്ടം പ്രകടിപ്പിച്ചു. ഇഷ്ടം കൊണ്ട് അവർക്ക് പരിസരത്ത് നിന്ന് മാറാൻ വയ്യാതെയായി. നബി തങ്ങളുടെ ചുറ്റും നിന്ന് അവർക്ക് മാറി നിൽക്കാൻ വയ്യാണ്ടയായി. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കേണ്ടി വന്നു. നബി തങ്ങൾക്ക് സ്വകാര്യതയുണ്ട്, കുടുംബമുണ്ട്. സ്വകാര്യ നിമിഷങ്ങൾ ബാക്കിയാക്കണം. എപ്പോഴും നിങ്ങൾ ചുറ്റും കൂടി നിന്ന് നബി തങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയേണ്ടി വന്നു. നിങ്ങൾ സങ്കല്പിക്കൂ, നമ്മളാണെങ്കിൽ നമ്മൾ പോവുമോ? നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുവോ? നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ എൻ്റെ ആത്മമിത്രങ്ങളെ എന്ന് നബി തങ്ങൾ വിളിച്ചു. എൻ്റെ ആത്മമിത്രങ്ങളെ എന്ന് സ്വഹാബികൾക്കിടയിൽ നിന്നാണ്. ശരീരഭാഷ കൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളെ അല്ലെന്ന്, ഇത് വേറെ ആരെയോ ആണെന്ന്. അതുകൊണ്ട് അവർ നബിയോട് ചോദിച്ചു, നബിയെ ഞങ്ങളിവിടെ ഉണ്ടല്ലോ, നബിയെ ഞങ്ങൾ അങ്ങയുടെ ഈ സദസ്സിലുണ്ടല്ലോ, എന്തിനാണ് ഞങ്ങളെ വിളിച്ചത് എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെയല്ല വിളിച്ചത്, ഞാൻ വിളിച്ചത് ഞാൻ ഇതുവരെ കാണാത്ത, എന്നെ ഇതുവരെ കാണാത്ത, ഭൂമിയിൽ ഇതുവരെ അവതരിക്കാത്ത എൻ്റെ അനുയായികളെ. അവരാരാണെന്നറിയോ? അവരെന്നെ കാണാൻ കൊതി പൂണ്ടിരിക്കുന്നു. അവരുടെ കയ്യിലുള്ളത് മുഴുവനും, അവരുടെ കുടുംബവും അവരുടെ സ്വത്തും സർവ്വതും സമർപ്പിച്ചും ഒരു മാത്ര നബി തങ്ങളെ കണ്ടിരുന്നെങ്കിൽ എന്ന് ആശിക്കും അവർ. അവരെയാണ് ഞാൻ വിളിച്ചത് എൻ്റെ ആത്മമിത്രങ്ങളെ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നബി തങ്ങളെ നമ്മൾ കാണുന്നു എന്ന് സങ്കല്പിക്കുക. കണ്ണ് പറിച്ചെടുക്കാൻ നമുക്ക് കഴിയുമോ? അവിടുന്ന് പോവാൻ തോന്നുമോ? നിങ്ങൾ വെറുതെ ഒന്ന് ഉപമിക്കാൻ വേണ്ടി, താരതമ്യപ്പെടുത്താൻ പറ്റുന്നതല്ല. വന്നിരായ സുൽത്താനുൽ ഉലമ കാന്തപുരി ഉസ്താദ് നിങ്ങൾ കണ്ടു, മർക്കസിൽ നിന്ന് കണ്ടു, നാട്ടിലെത്തിയപ്പോൾ നാട്ടിൽ നിന്നും കണ്ടു, പിന്നെയും കണ്ടു. ഇനി കാണണ്ട എന്ന് വെക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയോ? കണ്ട് മടുത്തു, ഇനി ഞാൻ പോവട്ടെ എന്ന് തോന്നാറുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്ന ഒരു പണ്ഡിതനോട്, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഒരു നേതാവിനോട്, ഏത് നേതാവ്? മനുഷ്യ സഹജമായ എല്ലാ വൈകാരികതകളുമുള്ള മനുഷ്യനായ ഒരു നേതാവിനോട്. അങ്ങനെയാണെങ്കിൽ ആരെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? താരതമ്യപ്പെടുത്താൻ വയ്യാട്ടോ. അങ്ങനെയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് നിങ്ങൾ പോവുമോ? ഞാൻ പോവുമോ? നമുക്ക് പോവാൻ കഴിയുമോ? അതുകൊണ്ട് സഹാബിമാർ അതിൻ്റെ ചുറ്റും കൂടി നിന്നു. പോവാൻ അവർ മടിച്ചു. അങ്ങനെ പോവാൻ മടിച്ച ഒരു സഹാബിയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ കണ്ടിട്ട് പൂതി തീരുന്നില്ല. നബി തങ്ങളുടെ സദസ്സിലിരുന്ന് ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിയാൽ വീട്ടിൽ നിക്കപ്പുറതി ഉണ്ടാവില്ല. അപ്പോൾ ഉടനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു ഓടും. ഇവിടെ വന്നിട്ട് കാണും, കണ്ടിട്ട് പിന്നെയും ഓടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നബി തങ്ങൾ ചോദിക്കും, എന്തേ സൗബാൻ, എന്തിനാ വന്നത് എന്ന് ചോദിക്കും. സൗബാൻ മുത്തുനബിയോട് പറയും, നബിയെ എനിക്ക് അങ്ങയെ കാണാതെ ഇരിക്കാൻ വയ്യ, അങ്ങയെ കാണാതെ ഒരു നിമിഷം എനിക്ക് കഴിയാൻ വയ്യ. നബി തങ്ങൾ നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണെന്ന് പറയും. സ്വർഗത്തിൽ സൗബാന്റെ സ്ഥാനം പറയും. ആ സൗബാൻ നബി തങ്ങളെങ്ങനെ കണ്ടിട്ട് കണ്ണിറയെ കണ്ട്, എന്നിട്ട് നബി തങ്ങളെ കണ്ട ആ കണ്ണ് ഇനി എനിക്ക് മറ്റൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് ആ കാഴ്ച അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യും. അങ്ങനെ അന്ധനാവും. അങ്ങനെ അന്ധനായ മറ്റൊരു സഹാബിയുണ്ട്. നബി തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞ നിമിഷം ഇനി നബി തങ്ങളെ കണ്ട ഈ കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത് അന്ധനായി ജീവിച്ച സഹാബിമാർ. കണ്ടിട്ട് ഇനി ഇതുകൊണ്ട് വേറൊന്നും കാണണ്ട എന്ന് വിചാരിക്കുക. നബി തങ്ങളെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി തങ്ങളൊന്ന് തൊട്ടാൽ മതി എന്ന് വിചാരിക്കുക. ഉസൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വഴിയിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്, ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കുകയാണ്. ആ ഇടയ്ക്ക് നബി തങ്ങൾ ഇങ്ങനെ നടന്നുപോയി. പോകുമ്പോൾ നബി തങ്ങൾ പതുക്കെ ഒന്ന് തൊട്ടു.
ഒന്ന് തട്ടി, വെറുതെ തമാശയ്ക്ക് തട്ടിയ ആ നിമിഷം ഉസൈദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. നബിയെ, എനിക്ക് ലേശം വേദനിച്ചിട്ടുണ്ട് നബിയെ. ചരിത്രത്തിന്റെ ആവർത്തനമാണ്. യുദ്ധഭൂമിയിൽ വെച്ചാണ് സവാദ് റളിയല്ലാഹു അൻഹു സമാനമായ രംഗം അഭിനയിച്ചത്. നബിയെ, അങ്ങെന്നെ തട്ടി നീക്കിയ സന്ദർഭത്തിൽ അങ്ങയുടെ കയ്യിലെ വടി കൊണ്ട്, അങ്ങയുടെ കയ്യിലെ അസ്ത്രത്തലപ്പ് കൊണ്ട് എൻ്റെ വയറ്റത്തടിച്ചിട്ടുണ്ട്, എനിക്ക് വേദനിച്ചിട്ടുണ്ട്, എനിക്ക് പ്രതികാരം ചെയ്യണം. നബി തങ്ങൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി ആ നിമിഷം തന്നെ സവാദിന്റെ മുമ്പിൽ വന്ന് നിന്നു കൊടുത്തു. സവാദ് പറഞ്ഞു, എൻ്റെ നഗ്നമായ വയറ്റത്ത്, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ നഗ്നമായ വയറ്റത്ത്. നബി തങ്ങൾ വസ്ത്രം ഉയർത്തി കാണിച്ചു. സവാദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വയറിൽ ആണ്ടു. ഇതിനെക്കുറിച്ച് നമ്മുടെ മഹാകവി മോയിൻകുട്ടി വൈദ്യര് പറയും, അത് എങ്ങനെയാണ് ആണ്ടതെന്ന്. തേനുള്ള ഒരു പുഷ്പത്തിലേക്ക് ഒരു വണ്ടാണ്ട് പോകുന്നത് പോലെ എന്ന്. ഇതിനേക്കാൾ മനോഹരമായി ഇതിനെ വർണ്ണിക്കാൻ വേറെ വാക്കില്ല. നബി തങ്ങളുടെ വയറിലേക്ക് ആണ്ടു സവാദ് റളിയല്ലാഹു അൻഹു. സവാദ് റളിയല്ലാഹു അൻഹുവിന് അതായിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ രക്തസാക്ഷ്യം കൊതിക്കുന്നു, ഇവിടെ വെച്ച് ഞാൻ അവസാനിക്കാൻ പോകുന്നു, പക്ഷേ അവസാനിക്കും മുമ്പ് എനിക്ക് എൻ്റെ മുത്തുനബിയുടെ വയറിലൊന്ന്, എൻ്റെ ഈ ചുണ്ടുകൊണ്ടൊന്ന് സ്പർശിക്കണം എന്ന അതിയായ ആഗ്രഹം. എവിടെയാണെന്നറിയോ? യുദ്ധഭൂമിയിലാണ്. ശത്രു അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ആർപ്പുവിളികളോടെ വിഴുങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പുറത്ത് എണ്ണമൊപ്പിച്ചാളത്തികയ്ക്കുന്നു, ആയുധമില്ലാതെ, അംഗബലമില്ലാതെ. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സ്നേഹപ്രകടനം നടത്താൻ യുദ്ധഭൂമിയാണ് തിരഞ്ഞെടുത്തത്. കളിക്കളം, വെറുതെ ഇരിക്കുന്ന, വെടി പറയുന്ന രംഗമാണ് ഉസൈദ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ രംഗം അറിയുന്നത് കൊണ്ടായിരിക്കണം. നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാത്രയിൽ നബി തങ്ങൾ തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഉസൈദ് ഇങ്ങോട്ട് വരൂ, ദാ പ്രതിക്രിയ ചെയ്യൂ. നിന്നു കൊടുത്തു. നേതാവ് അനുയായിയുടെ മുമ്പിൽ തിരിച്ചു തല്ലൂ എന്ന് പറഞ്ഞിങ്ങനെ നിന്നു കൊടുത്തു. നബിയെ, അങ്ങെന്നെ തല്ലിയത് വസ്ത്രമില്ലാത്ത വയറ്റിലാണ്, എനിക്ക് അങ്ങയുടെ വസ്ത്രമില്ലാത്ത അടിവയറിൽ തിരിച്ചടിക്കണം. നബി തങ്ങൾ വസ്ത്രം ഉയർത്തി. ഉസൈദ് റളിയല്ലാഹു അൻഹു വണ്ടിനെ പോലെ പൂവിലെന്ന വണ്ണം ആണ്ടു. ഇനിയും കാണാം ആവർത്തനം. ഉക്കാശ റളിയല്ലാഹു അൻഹു. രംഗം മദീനയാണ്. നബി തങ്ങളുടെ വഫാത്തിനോട് ചേർന്ന സമയമാണ്. അവസാനത്തെ പള്ളിയിലേക്കുള്ള യാത്രയാണ്. നബി തങ്ങൾ അങ്ങോട്ട് പള്ളിയിലേക്ക് വന്നത് വേച്ചാണ്. രണ്ടുപേരുടെ ചുമലിൽ കൈവച്ചാണ്. ഇങ്ങനെ വേച്ച് മദീന പള്ളിയിലേക്ക് വന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവസാനത്തെ പ്രഭാഷണമാണ്. എല്ലാവരോടും പറഞ്ഞു, യാത്ര പറയുകയാണ്, വിട ചോദിക്കുകയാണ്. ആ വിട ചോദിക്കലിന്റെ സന്ദർഭത്തിലാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നത്. നബിയോട് പറഞ്ഞത്, നബിയെ, നമ്മൾ തമ്മിലൊരു ഇടപാടുണ്ട് നബിയെ, അങ്ങിങ്ങനെ ആ ഇടപാട് ബാക്കി വെച്ച് പോവരുത് നബിയെ. നബി തങ്ങൾ ചോദിച്ചു, ഉക്കാശ, എന്താണ് ആ ഇടപാട്, പറഞ്ഞോ. ഉക്കാശ തിരിച്ചു പറഞ്ഞു, നബിയെ, അങ്ങനെ ഒരു അസ്ത്രം കൊണ്ട് തല്ലിയിട്ടുണ്ട്. ആ അസ്ത്രം ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നബി തങ്ങൾ ഉടനെ ബിലാലിനെ പറഞ്ഞയച്ചു. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക്, ഫാത്തിമ ബീവി വീട്ടിലെ ഈ അസ്ത്രം എടുത്തു കൊടുത്തു. ബിലാലിനോട് ചോദിച്ചു, എന്തിനാണിതെന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉക്കാശയ്ക്ക് പ്രതിക്രിയ ചെയ്യാനാണെന്ന്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ തളർന്നുപോയി. സഹാബികൾ മുഴുവനും ജാഗരൂകരായി നിൽക്കുന്നു. രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മുത്തുനബിയാണ് മുന്നിൽ. ഉക്കാശയാണ് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. നബി തങ്ങളുടെ കയ്യിൽ നിന്ന് അസ്ത്രം വാങ്ങി ഉക്കാശ വയറിൽ തല്ലണം. പകരം ഉക്കാശ റളിയല്ലാഹു അൻഹു വണ്ടായി ആ പുഷ്പത്തിൽ ആണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം സ്പർശിക്കാൻ സ്വഹാബിവര്യന്മാർ കാണിച്ച ഓരോരോ നാടകീയമായ രംഗങ്ങൾ. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ശരീരം വിശുദ്ധ ഖബർ ഷരീഫിലേക്ക് എടുത്തു വെക്കുകയാണ്. ഖബർ ഷരീഫിലേക്ക് എടുത്തു വെച്ചു. എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്നു. ആ സമയത്ത് മുഗീറത്ത് ബിൻ ശുഅബ ഉറക്കെ വിളിച്ചു പറയും, എൻ്റെ കൈവിരലിലെ മോതിരം ഊർന്നു ചാടി ആ ഖബറിടത്തിലേക്ക് വീണുപോയിട്ടുണ്ട്, എനിക്കത് എടുക്കണം. എല്ലാവരും വഴിമാറിക്കൊടുത്തു. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ആ തിരു ഖബറിലേക്ക് പതുക്കെ ഇറങ്ങിയിട്ട് കയറിപ്പോന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു മോതിരം ഉണ്ടായിരുന്നേ ഇല്ല, എൻ്റെ കൈവിരലിൽ നിന്ന് മോതിരം ഊർന്നു ചാടിപ്പോയിട്ടില്ല, എനിക്ക് അങ്ങനെ മോതിരമില്ല, പിന്നെ എന്തിനാണ് ഞാനത് ചെയ്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ അവസാനം സ്പർശിക്കുന്നത് മുഗീറയായിരിക്കണം. ആരാണ് ഈ മുഗീറ എന്നറിയോ നിങ്ങൾക്ക്? മുഗീറ നബി തങ്ങളുടെ കൂടെ, നബി തങ്ങളുടെ കാവൽ ഭടനായി എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. ഉർവത്ത് ബിൻ മസ്ഊദിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഹുദൈബിയ സന്ധിയാണ് രംഗഭൂമിക. ഉർവത്ത് വന്നു, നബി തങ്ങളുടെ താടിക്കിടക്ക് കയറി പിടിക്കും.
ആ സമയത്ത് മുഗീറത്ത് ബിൻ ശുഅബ തന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ പുറംചട്ട കൊണ്ട് ഉർവയുടെ കൈക്ക് തട്ടും. ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴൊക്കെയും കരുതലോടെ നബിയോട് ചേർന്ന് നിന്ന് നബിയുടെ പരിസരത്ത് നിന്ന് നബി തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നിരുന്ന മുഗീറത്ത് ബിൻ ശുഅബ കാണാത്തയാളല്ല, തൊടാത്തയാളല്ല. ഇനിയും കാണണം, ഇനിയും തൊടണം, അവസാനത്തെ സ്പർശനം എന്റേതാവണം എന്ന് വിചാരിക്കുന്ന മുഗീറത്ത് ബിൻ ശുഅബ ഒരു സഹാബി വരുന്നുണ്ട്. നബിതങ്ങളൊന്ന് തൊട്ടു. തൊട്ടതുകൊണ്ട് നബിതങ്ങളുടെ തലയിൽ ഇങ്ങനെ നബിതങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ ഒന്ന് സ്പർശിച്ചു, ഒന്ന് തലോടി. അതുകൊണ്ട് ഇനി തലമുടി വെട്ടുന്നില്ല എന്ന് തീരുമാനിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും മുടി വെട്ടിയില്ല, മുടി നീട്ടി വളർത്തി. അബൂ മദ്ഹൂറ റളിയല്ലാഹു അൻഹു മുടി നീണ്ടു, കുനിഞ്ഞാൽ മുടി, അദ്ദേഹത്തിന്റെ മുടി നിലം തൊടുമായിരുന്നു. നബിതങ്ങൾ ഒരിക്കൽ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് 16 വയസ്സുകാരനായ അബൂ മദ്ഹൂറയെ നബിതങ്ങൾ നെഞ്ചിലിങ്ങനെ തടവി, എന്നിട്ട് തലയിലും തടവി, എന്നിട്ട് പറഞ്ഞു ബാങ്ക് കൊടുക്കാൻ. അബൂ മദ്ഹൂറയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എവിടെ വെച്ച് ആ വിശ്വാസികളെ കണ്ടാലും അദ്ദേഹം ബാങ്കിനെ അനുകരിച്ച് തമാശയാക്കും, കളിയാക്കും. ഇത് കണ്ട് പരാതി പറഞ്ഞതാ. ആ പരാതിക്ക് പ്രതിവിധിയായിരുന്നു നബിതങ്ങളുടെ ഈ തലോടലോടുകൂടി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലെ വിശുദ്ധ ഹറമിലെ ബാങ്ക് വിളിക്കാരനായി മാറി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടപ്പോൾ നബിതങ്ങൾ ഒരു അമ്പും വില്ലും ഇങ്ങനെ തൊട്ടു. അബ്ദുറഹിമാൻ ബിൻ സുലമ റളിയല്ലാഹു അൻഹുവിന്റെ ആ അമ്പും വില്ലും വുളൂ എടുത്തതിന് ശേഷമേ തൊടൂ. പിന്നീട് നബിതങ്ങൾ തൊട്ട ഒരു സ്ഥലം, നബിതങ്ങൾ സ്പർശിച്ച ഒരു സ്ഥലം, നബിതങ്ങൾ ഇരുന്ന സ്ഥലം, നബിതങ്ങൾ നടന്നുപോയ സ്ഥലം, ഇങ്ങനെ ഈ സ്ഥലം ഏത് എന്ന് അന്വേഷിച്ച് നടക്കും. എന്നിട്ട് അവിടെ കാല് വെക്കും, അവിടെ ഇരിക്കും, അവിടെ നെറ്റി വെക്കും, അവിടെ നിസ്കരിക്കും. അങ്ങനെയുള്ള ഒരു സഹാബി വരിനുണ്ടായിരുന്നു. പേര് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ബിദഈകൾക്ക് ഇഷ്ടമല്ല കേട്ടോ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിനെ. ഇവിടുത്തെ അതിതീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടമല്ലാത്തൊരു പേരാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സാത്വികനായിരുന്നു. നബിതങ്ങൾ എവിടെയാണോ സ്പർശിച്ചത് എന്ന് അന്വേഷിച്ച് നടക്കും. വിശുദ്ധ ഹറം ഷരീഫിൽ നബിതങ്ങൾ ഇങ്ങനെ കയറി ഇരുന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്ന ഉടനെ ഓടി വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, നബിതങ്ങൾ എവിടെയാണ് നിസ്കരിച്ചത്? നബിതങ്ങൾ എവിടെ നിസ്കരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് പോയിട്ട് നിസ്കാരം. പിന്നെയാണ് സംശയം, എത്ര റക്അത്താണ് നിസ്കരിച്ചതെന്ന് ചോദിക്കാൻ മറന്നുപോയി. ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ടു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ നടന്നിടത്ത് ഇരുന്നിടത്ത് അതുപോലെ നടക്കുക, അതുപോലെ ഇരിക്കുക. നബിതങ്ങൾ കുനിഞ്ഞു നടന്നു പോയിടത്ത് കുനിഞ്ഞു നടന്നു പോകുക. ഇതായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബിതങ്ങളെ പദാനുപദം പിൻപറ്റുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സഹാബി വര്യന്മാർക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം എന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി അതിയായി കൊതിച്ച ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കണ്ടിട്ടേ ഇല്ല, കാണാൻ വേണ്ടി കൊതിച്ചു. നബിതങ്ങൾ പലപ്പോഴായിട്ട് പറയുന്ന ആളാണ് ഉവൈസ്. ഒടുവിൽ ഉവൈസ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നു. മദീനയിൽ വന്ന നാൾ മുത്തുനബി വഫാത്തായത് അറിയാതെയാണ് വന്നത്. 2 തവണയാണ് ഉവൈസ് മദീനയിൽ വരുന്നത്. 1-ാം തവണ വന്നപ്പോൾ വീട്ടിൽ വെച്ച് കാണാനാണ് ഉമ്മയുടെ അനുമതി കിട്ടിയിരുന്നത് എന്നതുകൊണ്ട് വീട്ടിലില്ലാത്ത നബിയെ കാണാതെ തിരിച്ചുപോയി 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക്. ഉമ്മാനെ പരിചരിച്ച് എഴിഞ്ഞിരുന്ന ഉവൈസ് റളിയല്ലാഹു അൻഹു ഉമ്മ മരിച്ച പിറ്റേ ദിവസം പുറപ്പെട്ടു മദീനയിലേക്ക്. ഇവിടെ നബിതങ്ങൾ വഫാത്തായിരുന്നു. നബിതങ്ങൾ വഫാത്തായതറിയാതെ മദീനയിൽ പ്രവേശിച്ചു. എവിടെയാണ് എൻ്റെ ഹബീബ് എന്ന് ചോദിച്ചു. സഹാബിമാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖബർ ഷരീഫ്. കേൾക്കേണ്ട താമസം ബോധം കെട്ട് വീണു. ഉവൈസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എന്നെ ഇവിടുന്ന് ഒന്ന് എടുത്ത് കൊണ്ടുപോകൂ. ബോധം തെളിഞ്ഞപ്പോൾ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. നബിതങ്ങൾ കിടക്കുന്ന മണ്ണിൽ ചവിട്ടാൻ ഞാൻ യോഗ്യനല്ല. നബിതങ്ങൾ കിടക്കുന്ന മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന മണ്ണിൽ എനിക്ക് തുപ്പാൻ വയ്യ, എനിക്ക് വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ വയ്യ, എനിക്ക് ചെരുപ്പ് ധരിച്ച് നടക്കാൻ വയ്യ. ആ മണ്ണിലെത്തുമ്പോഴേക്ക് ഞാൻ പതുപതുത്തു പോകും, ഞാൻ അപ്പൂപ്പൻ താടി കണക്കെയാവും, ഭാരരഹിതനാവും. ഇങ്ങനെ എത്ര 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 പണ്ഡിതന്മാർ ആ മണ്ണിനോട് അവർ കാണിച്ച സൂക്ഷ്മത, ബഹുമാനം, ആദരവ്, സ്നേഹം, ഇതൊക്കെ ചരിത്രത്തിൽ നിവർന്നു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അറിയുന്ന ഒരാൾക്ക് ആ മണ്ണ് ഏറ്റവും വിശുദ്ധമായ മണ്ണാണ്. നബിതങ്ങളെ അറിയുന്ന ഒരാൾക്ക്, അറിയാത്തവർ സാധാരണക്കാരനാണെന്ന് പറയും, നബിതങ്ങൾ അപമതിക്കും. നബിതങ്ങൾ അപമതിച്ചാൽ സ്വർഗത്തിന്റെ പരിമളം പോലും കേൾക്കില്ലെന്ന് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപമതിക്കുന്ന ഒരു വാക്ക്, ഒരു മനസ്സ് നമുക്കുണ്ടായാൽ പിന്നെ നമ്മളില്ല.
പിന്നെ നമുക്കൊരു രക്ഷയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്വഹാബി വര്യന്മാരുടെ ഇഷ്ടത്തെക്കുറിച്ച് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണു. 3-ാം നാൾ ബോധം തെളിഞ്ഞു. ബോധം ഉണർന്നപ്പോൾ ആദ്യം കുടിക്കേണ്ടത്, തൊണ്ട നനയ്ക്കേണ്ടത്, അതിനുവേണ്ടി കരുതി വെച്ചിരിക്കുന്ന പാൽപാത്രമുണ്ട്. ആ പാൽപാത്രത്തിന്റെ നേരെ നോക്കിയില്ല. ആ വെള്ളം കൊടുത്തപ്പോൾ എനിക്കിതല്ല വേണ്ടത്, എനിക്ക് എൻ്റെ നബിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം. എന്നിട്ട് ഉമ്മാന്റെ ചുമലിൽ കൈവച്ച് വേച്ച് നടന്നുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതനാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ പാൽപാത്രം ഉപയോഗിച്ച് വെള്ളം കുടിച്ചു എന്നത് സിദ്ദീഖിന്റെ സ്നേഹം റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായന യാത്രയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര ദൂരം നടന്നു കാണും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നടത്തങ്ങൾ നടന്നതിലും 3 ഇരട്ടിയെങ്കിലും ചുറ്റും നടന്നു. സിദ്ദീഖിന്റെ കരുതൽ റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ സൗർ ഗുഹയുടെ മുറ്റത്തെത്തി നിന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ ആ ഗുഹാകവാടത്തിൽ നിർത്തി. എന്നിട്ട് വലിഞ്ഞു കയറി ആ ഗുഹയ്ക്കകത്ത് പരതി ഉറപ്പിച്ചു. എന്നിട്ട് നബിതങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചു. സിദ്ദീഖിന്റെ ജാഗ്രത റളിയല്ലാഹു അൻഹു. അകത്ത് കയറി മാളങ്ങൾ മുഴുവനും തൻ്റെ തുണി വസ്ത്രം മുറിച്ച് അതെല്ലാം അടച്ചു. ഒടുവിൽ അടയ്ക്കാൻ ഒരു മാളം മാത്രം ബാക്കിയാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് ആനയിച്ചു. നബി തങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം, അത് വിശുദ്ധ ശിരസ് അതെടുത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മടിയിൽ വെച്ചു. ഒഴിഞ്ഞു കിടന്നിരുന്ന മാളത്തിൽ ഇലയനക്കം ഉണ്ടായപ്പോൾ തള്ളവിരൽ കൊണ്ട് ആ മാളം അടച്ചു പിടിച്ചു. കാലിന്റെ തള്ളവിരലിൽ സർപ്പദംശനമേറ്റു. വിഷം മയലേക്ക് കയറി. തലച്ചോറ് കുത്തിപ്പിളക്കുന്ന വേദനയുണ്ടായി. കടിച്ചു പിടിച്ചു ആ വേദന. കണ്ണുനീരറിയാതെ തുളുമ്പിപ്പോയി. ചുടുനീളം വീണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയന്നു. കരുതൽ, സ്നേഹം, നബി തങ്ങളോടുള്ള ബഹുമാനം, ആദരവ് കണ്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വിളിച്ചുണർത്തിക്കൂടായിരുന്നോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ? ഉണർത്തിയില്ല. ഈ സന്ദർഭത്തെ ചൂണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഒരു നിമിഷം എനിക്ക് തരുമോ? ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ നന്മകളും അങ്ങേക്ക് പകരം ചെയ്യാം, അങ്ങയുടെ കാൽക്കൽ വെക്കാം. എനിക്ക് ആ ഒരു നിമിഷം മാത്രം മതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. ബിവി ഖദീജ റളിയല്ലാഹു അൻഹ ധനാഢ്യയായിരുന്നു, അതിസമ്പന്നയായിരുന്നു, മക്കയിലെ പ്രഭിയായിരുന്നു. നിറയെ പണവുമായി ഇങ്ങനെ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നയാൾ. അബൂജഹലും സംഘവും പരിഹസിച്ചപ്പോൾ നബി തങ്ങൾക്ക് ആദ്യാവസാനം കൊടുത്തയാൾ, ആ പണം മുഴുവനും അങ്ങേക്ക് ചെലവഴിക്കാമെന്ന് പറഞ്ഞയാൾ, ആ പണം മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് പാവങ്ങളിലേക്ക് ചോർന്നു പോയി, ശൂന്യമായി. നബി തങ്ങൾ മലഞ്ചെരിവിൽ, അബൂ താലിബിന്റെ മലഞ്ചെരിവിൽ 2 വർഷക്കാലം പട്ടിണി കിടന്നു. ബിവി ഖദീജ റളിയല്ലാഹു അൻഹ വിശപ്പ് സഹിച്ച അശ്വായി ഉണങ്ങിപ്പോയി. ഒടുവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിവി ഖദീജയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, ഞങ്ങൾക്കെതിരെയാണല്ലോ ഉപരോധം. നിങ്ങളുടെ കുടുംബം പുറത്തുണ്ട്, അവർ സമൃദ്ധിയിൽ ജീവിക്കുന്നു. നിങ്ങൾ പുറത്തു പോയാൽ അവർ സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, ഖദീജ പൊയ്ക്കോളൂ. ഇവിടെ ഈ പട്ടിണി കിടന്ന് പ്രയാസപ്പെടേണ്ട, ദുരിതം അനുഭവിക്കേണ്ട. ഖദീജ ബീവിയുടെ മരണത്തിന് കാരണമായത് ഈ പട്ടിണിക്കാലമായിരുന്നു. ഇലയാണ് തിന്നത്, മരത്തിന്റെ വേരുകളാണ് തിന്നത്. അവരുടെ വിസർജ്യം മൃഗങ്ങളുടെ വിസർജ്യം പോലെയായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രം വായിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയോട് പറഞ്ഞു, ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, അങ്ങ് പൊയ്ക്കോളൂ, ഞങ്ങൾ സഹിച്ചോളാം. ഖദീജ ബീവി മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ വന്നത് അങ്ങയുടെ കൂടെയാണ്, അങ്ങയുടെ സുഖ ദുഃഖങ്ങളിൽ ഞാനുണ്ടാകും, എനിക്ക് എങ്ങനെയാണ് ഇവിടുന്ന് പോവാൻ കഴിയുക? ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. ഒരു ഉമ്മ അർദ്ധരാത്രിയിൽ പാട്ട് പാടുന്നു. നബി തങ്ങളെ കുറിച്ചാണ് പാട്ട്. ആ പാട്ട് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി, ചക്രവർത്തി, സാമ്രാജ്യാധിപതി, ഖലീഫ നടന്ന് ചെല്ലുന്നു. വീട്ടുമുറ്റത്തിരിക്കുന്നു, കെഞ്ചി പറയുന്നു. പാട്ട് നിർത്തിപ്പോയപ്പോൾ ആ പാട്ടൊരാവർത്തി കൂടി പാടാൻ, ആ പാട്ട് കേട്ട് കരയുന്നു. താടിരോമം നനഞ്ഞു കുതിരുന്നു. നബി തങ്ങളുടെ പേര് കേൾക്കാൻ, നബി തങ്ങളുടെ പേരൊരു ജൂതന്റെ നാവിൽ നിന്ന് കേൾക്കാൻ. പിന്നെയും ആര് എന്ന് ചോദിക്കുന്നു. നബി തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി പോരാ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ, നബി തങ്ങളുടെ രണ്ട് മകളെ കല്യാണം കഴിച്ചു കൊടുത്തയാൾ, നബി തങ്ങൾ അത്രയ്ക്ക് അടുത്ത് നിന്ന് അനുഭവിച്ചയാൾ. ഇനിയും വേണോ അത്? ഇനിയും ആ പേര് കേൾക്കാൻ വേണ്ടി കൊതികൊള്ളണോ? അങ്ങനെ ആ പേര് ജൂതന്റെ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആവർത്തിച്ച് ചോദിച്ചതിന് ജൂതന് കലി കയറിയപ്പോൾ അതിന് പ്രതിക്രിയ എന്ന വണ്ണം അതിന് സമ്മാനമായി കയ്യിലുള്ള നാണയം മുഴുവനും എണ്ണിക്കൊടുത്തു.
സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം? മരണാസന്നമായി കിടക്കുന്ന സമയത്തെ തണുത്ത വെള്ളം, ആ വെള്ളത്തെക്കാളും എനിക്കിഷ്ടമാണ് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദിനെ നബി തങ്ങൾ മദീനയിൽ നിന്ന് പറഞ്ഞയക്കുകയാണ് യമനിലേക്ക്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, സംഘടനാ പ്രവർത്തനത്തിന്. മുആദ് യമനിൽ പോകൂ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തൂ, ഇസ്ലാമിക പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കൂ. മുആദിന് പോകാൻ വയ്യ, നബി തങ്ങളുടെ ചുറ്റും നിന്ന് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. മുആദ് നബിയോട് ചോദിച്ചു, നബിയെ ഇവിടെ നിന്ന് എന്നെ പറിച്ചു മാറ്റുകയാണോ? നബി തങ്ങൾ പറഞ്ഞു മുആദിനോട്, മുആദ് എൻ്റെ കൂടെ നിൽക്കുന്നതിലും ശ്രേഷ്ഠമായ കർമ്മമാണ് എൻ്റെ ആശയം പ്രചരിപ്പിക്കുക. അതുകൊണ്ട് മുആദ് പോവണം, യമനിലേക്ക് പോവണം. നബി തങ്ങൾ യമനിലേക്ക് പോവാൻ വേണ്ടി മുആദിനെ പറഞ്ഞ് ശട്ടം കെട്ടി. മുആദ് മനസ്സില്ലാ മനസ്സോടെ ഒരുങ്ങി തയ്യാറായി. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, മുആദ് ഇനി നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടില്ല, ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയാണ്, ഇനി നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നില്ല എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു. മുആദ് യാത്രക്കൊരുങ്ങി. ഒട്ടകപ്പുറത്ത് സാധാരണയിൽ ഇരിക്കും പോലെയല്ല, പുറംതിരിഞ്ഞിരുന്നു. എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് ചോദിച്ചു. മുആദ് നബിയോട് പറഞ്ഞു, നബിയെ എൻ്റെ കാഴ്ചവട്ടത്ത് നിന്നും അങ്ങ് മറയുന്നത് വരെയും എനിക്ക് അങ്ങയെ കാണണം, ഒരു നിഴലായി അങ്ങ് മറയുന്നത് വരെയും എനിക്ക് അങ്ങയെ കാണണം. അങ്ങനെ കൺകുളിർക്കെ കണ്ടു മുആദ് റളിയല്ലാഹു അൻഹു. യമനിലേക്ക് പോയി. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഓരോരുത്തരായി ഇടയ്ക്ക് അവിടെ വരും സഹാബിമാർ. വന്നാൽ ഓടി വരും. ഓടി വന്നിട്ട് ആ കണ്ണുകളിൽ മുആദ് റളിയല്ലാഹു അൻഹു തുരുതുരാ ചുംബിക്കും. നബിയെ കണ്ടു വന്ന കണ്ണ്, ആ കണ്ണിൽ ചുംബിക്കും മുആദ് റളിയല്ലാഹു അൻഹു. ഒന്ന് പറഞ്ഞു തരണം ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ നബിയെക്കുറിച്ച് ഓർത്തിട്ട് നിൽക്കാൻ കഴിയണില്ല, എനിക്ക് നബിയെ കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞ് മുആദ് തേങ്ങി തേങ്ങി കരയും നബിയെക്കുറിച്ച് പറഞ്ഞാൽ. ഒടുവിൽ ഒരു രാത്രിയിൽ മുആദ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുകയാണ്. രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടായി, സ്വപ്നത്തിൽ ഒരു സംഭാഷണം. ആ സംഭാഷണം ഇതാണ്: മുആദ്, നീ ഇവിടെ സുരക്ഷിതമായി കിടന്നുറങ്ങുകയാണോ? നിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഇതാ ഖബർ ഷരീഫിലേക്ക് വെക്കുന്നു. മുആദ് റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു, ചുറ്റും നോക്കി, മനസ്സിനെ പാകപ്പെടുത്തി കിടന്നുറങ്ങി. വീണ്ടും അശരീരി ഞെട്ടി ഉണർന്നു. മുആദ് റളിയല്ലാഹു അൻഹു യാത്രയ്ക്കൊരുങ്ങി, വാഹനം തയ്യാറാക്കി. ഉടനെ കുതിരപ്പുറത്ത് കയറിയിട്ട് 1000കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിൽ എത്തിയിട്ട് രംഗമറിയാതെ മുആദ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു ചോദിച്ചു, എൻ്റെ ഹബീബ് എവിടെ, എൻ്റെ ഹബീബ് എവിടെ എന്ന്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹാബി തിരിച്ച് പ്രതികരിച്ചു, മുആദ്, നിങ്ങൾ അറിഞ്ഞില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട വിവരം അറിഞ്ഞില്ലേ? നബി തങ്ങൾ മരണപ്പെട്ടു, നബി തങ്ങളുടെ ഖബർ ഷരീഫ് ഇതാ അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു തൽക്ഷണം ബോധം കെട്ട് വീണു. നബി തങ്ങളില്ലാത്ത ഒരു മദീനയെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയാത്തവർ. മുആദ് മാത്രമല്ല, സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു, സഹാബി വര്യന്മാർ. നേരത്തെ ഇവിടെ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അനസ് റളിയല്ലാഹു അൻഹു, സ്വഹാബിമാർ എങ്ങനെയാണ് നബിയെ കണ്ടത്, നബി തങ്ങളുടെ മദീനയെ കണ്ടത്, നബി തങ്ങളുടെ മണ്ണിനെ കണ്ടത്, നബി തങ്ങളുടെ സ്വഹാബിമാരെ കണ്ടത്, നബി തങ്ങളുടെ പേരക്കുട്ടികളെ കണ്ടത്, അവരെ എന്ത് ചെയ്തു, ഇതൊക്കെയും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിശദമായി കിടക്കുന്നുണ്ട്. സവിസ്തരം നിവർന്ന് കിടക്കുന്നു. നബി തങ്ങളുടെ പ്രിയപ്പെട്ട അരുമ മക്കളെ കണ്ടാൽ അവരെങ്ങനെയായിരുന്നു ആ അരുമ മക്കളോട് പുലർന്നിരുന്നത്, നബി തങ്ങളെ കണ്ടു വന്നവരെ കണ്ടാൽ അവരെന്താണ് ചെയ്തിരുന്നത്, ഇതൊക്കെയും നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി വര്യന്മാർ എങ്ങനെയാണ് പുലർന്നത്, അവരെങ്ങനെയാണ് നബി തങ്ങളെ കണ്ടത്, എങ്ങനെയാണ് അവർ നബി തങ്ങളുമായി സഹവസിച്ചത്, നബി തങ്ങളോട് അവർക്കുള്ള ഇഷ്ടം എന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് നബി തങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുന്നത്, അത് കൂടാനുള്ള വഴി എന്താണ്? നബി തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, ആഴത്തിൽ അറിയുക, അറിയാൻ വേണ്ടി ശ്രമിക്കുക. അറിഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കരുത്, വായിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിക്കരുത്. അതിൻ്റെയും അപ്പുറത്തുള്ള ഒരു മഹാപ്രപഞ്ചമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ നബിമാരും അവരുടെ എല്ലാ അവസരവും പ്രാർത്ഥനാ അവസരങ്ങളും ബാക്കിയാക്കാതെ അതൊക്കെ ഉപയോഗിച്ചു എന്ന് മുത്തുനബി തന്നെയാണ് നമ്മളോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ ഒരു അവസരം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? അത് എൻ്റെ ഉമ്മത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി കരുതലോടെ ഏതെല്ലാം സന്ദർഭങ്ങൾ കടന്നുപോയി. ത്വായിഫ് നിങ്ങൾക്ക് ഓർമ്മ വേണം. മക്കയിലെ ഓരോ രംഗവും, അമ്മാർ കുടുംബമേ ശാന്തമാവൂ, ക്ഷമിക്കൂ എന്ന് പറഞ്ഞു പോയ രംഗം ഓർമ്മ വേണം.
ഹുദൈബിയ സന്ധി ഓർമ്മ വേണം, മദീനയിൽ കഴിഞ്ഞ സന്ദർഭം ഓർമ്മ വേണം. അവിടെ ആക്രമിക്കാൻ വന്നവരെ പട്ടിണി കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോൾ കിടങ്ങ് കുഴിച്ചത് ഓർമ്മ വേണം. ഇങ്ങനെ ചരിത്രത്തിന്റെ ഏതെല്ലാം സങ്കീർണമായ സന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാർ ഇങ്ങനെ വരുന്ന ഘട്ടങ്ങളിലെല്ലാം അവരുടെ ആ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കരുതലോടെ നമുക്ക് വേണ്ടി എന്നെ കാണാൻ കൊതിക്കുന്ന, എന്നോട് ഇഷ്ടം വെക്കുന്ന അവരെ കരുതി, നമ്മളെ കരുതി ബാക്കി വെച്ചതാണ് ആ അവസരം. നാളെ പരലോകത്ത് നിന്ന് ആ അവസരം ഏറ്റവും ഫലപ്രദമായ സമയത്ത് ഞാനത് പ്രയോഗിക്കും. എൻ്റെ ഉമ്മത്തിലെ എല്ലാവരെയും ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കും. എൻ്റെ റബ്ബിന് എൻ്റെ തൃപ്തിയാണ് ഇഷ്ടം. എൻ്റെ ഇഷ്ടം എൻ്റെ ഉമ്മത്തിൻ്റെ തൃപ്തിയാണ്. എൻ്റെ റബ്ബിന് എൻ്റെ തൃപ്തിയാണ് ഇഷ്ടം. എൻ്റെ റബ്ബിന് എൻ്റെ തൃപ്തിയാണ് ഇഷ്ടം. എൻ്റെ ഇഷ്ടം, എൻ്റെ തൃപ്തി എൻ്റെ ഉമ്മത്തിൻ്റെ തൃപ്തിയാണ് എന്ന് പറഞ്ഞ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം, സ്നേഹം അത് വർദ്ധിക്കാൻ ഈ സംസാരങ്ങളും ഈ ക്യാമ്പുകളും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതവും കാരണമാവട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചൊരു നിമിഷത്തിലെങ്കിലും ഒരു മാത്ര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാനുള്ള ഭാഗ്യം, ആ കൺകുളിർമയുള്ള ഒരു കാഴ്ച സുഖം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.